എല്ലാവർക്കും കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കാമൽ റോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ കാമലിൻ്റെ കുറച്ച് മീറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ അലൗഡ് അല്ല, പക്ഷേ ഞങ്ങൾ ദുബായിലാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ദുബായിലെ എല്ലാ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടും. അപ്പോൾ ഞങ്ങളിന്ന് കാമലിൻ്റെ മീറ്റ് കൊണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാനത് 1 കിലോൻ്റെ കാമലിൻ്റെ മീറ്റാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് 1/4 ടീസ്പൂൺ, കുറച്ച് തുണ്ട് മതി. പിന്നെ ചേർക്കാൻ പോണത് മീറ്റ് മസാലയാണ്. അപ്പോൾ മീറ്റ് മസാല നമ്മൾ ചേർക്കുമ്പോൾ കറികൾക്ക് എപ്പോഴും മണമുണ്ടാവും. ഇപ്പോൾ ഞാൻ കുറച്ച് പേര് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ. പിന്നെ ചേർക്കാൻ പോകുന്നത് നാളികേരം കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്. പിന്നെ ചേർക്കണത് ഉപ്പാണ് കേട്ടോ. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കൊണ്ട് അടുത്തോളം. അതിൻ്റെയൊക്കെ ഇങ്ങനത്തെ അളവാണ്, ടീസ്പൂൺ അളവല്ല. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതേപോലെ തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി എല്ലാം കൊണ്ടും നമ്മളിതിൽ കയ്യിലൊന്നും എടുത്ത് മിക്സ് ചെയ്യരുത്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് എല്ലാവർക്കും ഈ ഇറച്ചിയിലേക്ക് നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അവിടെ 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാമലിൻ്റെ ഇറച്ചി നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ അതൊക്കെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് കുക്കറിലേക്ക് ആക്കാം. നമുക്ക് അടുപ്പിൽ ചെന്നൊന്നും ഇത് വേവില്ല. ഇതിന് നല്ല വേവുള്ളത് കൊണ്ട് നമ്മളത് കുക്കറിലേക്ക് പകർത്താക്കാം. നമ്മളിപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേവ് കൂടുതലുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ഈ ഇറച്ചിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. പിന്നെ ഇതിലത്തെ നെയ്യ് കൊണ്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ റൂം മാറിയത് കൊണ്ടേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തുണ്ട്. അതാകുമ്പോൾ നമുക്കിത് നല്ല കറുത്ത കളർ വരും. ഇതെല്ലാം ഞങ്ങൾക്ക് നമ്മളൊന്നും കൂടി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ കറക്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചേക്കാം. കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു 7 വിസിൽ വരെ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അടുപ്പിൽ സ്റ്റൗ വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 വിസിൽ വരട്ടെ. നമുക്ക് കുക്കറിൽ 7 വിസിലൊക്കെ കഴിഞ്ഞു. കുക്കറിൻ്റെ ആവിക്കും പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നല്ല വേവും ഉള്ള ഇറച്ചിയാണ്. നമുക്കത് വെന്തോന്ന് നോക്കാം. ഇത് വേവായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 2-3 വിസിലും കൂടെ അടിക്കേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ അയറൊക്കെ പോയി. നമുക്ക് കുക്കർ തുറക്കട്ടോ. തുറക്കാം. എന്തായി നോക്കാം. നമ്മുടെ ബീഫല്ല കാമല്, സോറി. അപ്പോൾ നമ്മുടെ വെന്തുണ്ടാവണം. നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം വെന്തുണ്ടോ എന്ന് അറിയാനായിട്ട്. വെന്തുണ്ട് കേട്ടോ. പോയി നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട്
നമുക്കൊരു കടായി എടുത്തിട്ട് അടുപ്പിൽ വെക്കാട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ചൂടാക്കാം. സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ പാത്രമൊക്കെ. നമുക്കിത് ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പൊ പാത്രമൊക്കെ നന്നായി ചൂടായി, കാരണം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഞാൻ എല്ലാ കറിയിലും പറയാറുണ്ട്, പെരുംജീരകം, ഇറച്ചി കറിയിലൊക്കെ പെരുംജീരകം ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കും. അപ്പൊ നമുക്ക് അതിനൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പെരുംജീരകമൊക്കെ നന്നായി ഒന്ന് പൊട്ടി വെക്കട്ട. പിന്നെയുള്ള മറ്റേ പട്ട അതൊന്നും എനിക്കങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പെരുംജീരകം മാത്രം ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പൊ അത് പൊട്ടട്ടെ. പെരുംജീരകമൊക്കെ നന്നായി പൊട്ടി കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സബോള ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പിൻ്റെ അരി. അപ്പൊ നമ്മൾ ഇതെല്ലാവരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊക്കെ നമ്മൾ എനിക്ക് ചെയ്യുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സബോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യാം. നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഒന്ന് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വാടി വരട്ടെ. നമ്മുടെ സബോളയൊക്കെ വാടി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണതിന്റെ മുന്നേ സ്റ്റൗവിന്റെ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. സ്റ്റൗ നന്നായി തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. എൻ്റെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഞാൻ 1 കിലോ കാമൽ മീറ്റിന് ഉപയോഗിക്കുന്നത് 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ 1.25 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും മീറ്റ് മസാലയാണ്. മീറ്റ് മസാല നമ്മളിത് 1 ടീസ്പൂൺ ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല അതായത് ഗരം മസാല പൊടിയാണ് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതേ കുറച്ച് നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്നത് കൊണ്ട് നല്ല മണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കിട്ടുള്ളൂ. പിന്നെ ഉള്ളതാണ് നമ്മൾ കുരുമുളക് പൊടി. അത് ഇതിൽ നല്ല വേണം. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണും പിന്നെ കുറച്ചും എന്നുവെച്ചാൽ മുന്നേ ഞാൻ ചതച്ച കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഒരു 1.25 ടീസ്പൂൺ ഇട്ടുള്ളത്. പിന്നെ ഇതിനും ഈ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ വാടിയ സബോളയ്ക്ക് നിറക്ക് വരണ്ടേ. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നായി പൊടികളൊക്കെ മൂക്കട്ടെ കേട്ടോ. അപ്പം നമ്മളുടെ പൊടികളൊക്കെ ഇട്ട് നന്നായി മുറുകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം മുറിഞ്ഞത് കളറ് അതേപോലെ കറുത്ത കളറായിട്ട് നന്നായി വരണം. അപ്പം നമ്മുടെ കുറേശ്ശെ വെളിച്ചെണ്ണിക്ക് കുറേശ്ശെ സൈഡ് ഭാഗത്തൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുള്ളോട്ട് ഞാൻ വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാറില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം അതേ നന്നായി ഇതേപോലെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വേവിച്ച് വെച്ച കാമൽ ചേർത്ത് കൊടുക്കാം. നാളികേരക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നാളികേരക്കൊത്ത് കുക്കറിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുക. അതാണ് പൊടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് നന്നായി ഇവിടെ ഇളക്കി നന്നായി കൂട്ടി നമുക്ക് മിളകൊക്കെ കൂട്ടി നന്നായി യോജിപ്പിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റൗ ഒന്ന് കൂട്ടിയിടാം. നമുക്ക് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴാണ് ഇതിലേക്ക് മിളകൊക്കെ നന്നായി പിടിക്കുള്ളൂ. നമുക്ക് ഇതൊക്കെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാട്ടാ. ഇറച്ചിയൊക്കെ നോക്കിയാൽ നന്നായി തിളക്കിടണ്ട. ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്.
അപ്പം നമുക്കിത് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് ഇപ്പോൾ ഉപ്പ് നോക്കാട്ടോ. നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കുറവുണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം. നന്നായി ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ റോസ്റ്റ് ആവുള്ളോട്ടാണ്. ഇവിടെ ക്യാമൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ശരിക്കും റോസ്റ്റ് പരിപാടിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേക ഒരു മണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും നിങ്ങളെല്ലാവരും ഈ ക്യാമൽ മീറ്റ് വീട്ടിൽ വെച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.